ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാവുനെ കാണിച്ചു തരാം. ഇന്ന് ക്രിസ്മസ് ആണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി നീർക്കോടുള്ള പഴംതോട്ടി പോവേണ്. ഞാനും അമ്മയും വാവുണ്ട്. വാവൂസിന് മാമൻ വാങ്ങിച്ചെടുത്ത ഡ്രസ്സാണിത്. ക്രിസ്മസ് വൈബ്. അമ്മയോട് ഇരിപ്പുണ്ട് റെഡി ആയിട്ട്. ഹാപ്പി ക്രിസ്മസ്. അപ്പം ഇനി ഞങ്ങൾ പഴംതോട്ടി ചെന്നിട്ട് കാണാം. ഓക്കെ പറ. ഹലോ ഗൈസ് പറ. ഹാപ്പി ക്രിസ്മസ് പറ. ഹാപ്പി ക്രിസ്മസ് പറ. ഹാപ്പി പറ. ഹാപ്പി അന്ന് മാറ്റിടി അവനെ വെക്കണ്ട. ഹാപ്പി പറ. അത്രേ ഉള്ളു. ഹാപ്പി ക്രിസ്മസ് ഞാൻ പറയാം. എന്റെ പൊന്നെ, എന്തായി കാണണേന്ന് അറിയോ ദൈവമേ. ഞാനിപ്പം ഇങ്ങനെ പറയാൻ കാരണം ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നോണ്ടല്ല. എൻ്റെ ചേച്ചീനെ വല്യമ്മയുടെ മോളെ ഇവിടെ നീർക്കോട് അടുത്താണ് കെട്ടിച്ച് വിട്ടേക്കണത്. അപ്പോൾ ഇവിടെ ഇതിന് മുമ്പ് ഞാൻ വന്നിട്ടൊക്കെ ഉണ്ട്. ഇവിടെ അന്ന് ചെറിയ കുളം പോലെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ വന്ന് ഞങ്ങൾ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ ചെറിയൊരു സ്ഥലത്ത് ഇവരിങ്ങനെ അടിപൊളി സൂപ്പറാക്കി എടുത്തേക്കണ കണ്ടപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ പറഞ്ഞു പോയതാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഇവിടെ കുളത്തിന് ചുറ്റും നക്ഷത്രങ്ങളൊക്കെ ഇട്ട് നക്ഷത്ര തടാകം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിന് ചുറ്റും കുറേ കടകളും ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ വീഡിയോസ് മാത്രം കണ്ടുള്ളൂ. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ കൊല്ലമാണ് ഇവിടെ റൈഡുകളും കാര്യങ്ങളൊക്കെ വന്നേക്കണത്. നോക്കണ്ടല്ലോ അമ്മ. ഇവനിതിലിരിക്കുമെന്ന് പേടിയുണ്ടായിരുന്നു. പക്ഷെ ചെക്കൻ കരഞ്ഞില്ല. ലാസ്റ്റ് ആവാറായപ്പോൾ കരഞ്ഞ് നിർത്തിയത്. അതിന് ശേഷം തൊട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തോളൂ. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ 6:30 ആയിട്ടുണ്ടായുള്ളൂ. അപ്പോൾ വേറെ ആരും ഉണ്ടായിരുന്നില്ല കൂടെ. പിന്നെ ഇവിടെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങളുടെ ചേച്ചിയാണ് ഇവിടെ പോവാന്ന് പറഞ്ഞത്. അപ്പോൾ ചേച്ചി അമ്മായും കൂടി ഒരുമിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്തിയിട്ടുണ്ടല്ലോ. അപ്പം ഞങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് വേറെ കുറച്ച് ആൾക്കാർ വന്നത്. കുഞ്ഞഞ്ചേട്ടൻ്റെ വൈഫ് ഷീബ ചേച്ചി, മരുമോൾ ആര്യ, ആമി, അവർക്കടെ അമ്മ, ഇവരെ ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ടാണ് കണ്ടുപിട്ടിയത്. അതിന് ശേഷമാണ് മിനിച്ചേച്ചിയും അമ്മായിയും പിന്നെ കണ്ണൻ എല്ലാവരും വന്നത്. അത്രയും നേരം ഞാനും അമ്മയും കൂടി ഷോക്ക് അടിച്ച് കടകളിലൊക്കെ കയറി നടക്കണമായിരുന്നു. ഇവരെല്ലാവരെയും കണ്ടപ്പോഴാണ് ഞങ്ങളുടെ എനർജി ഒന്ന് ലെവൽ അപ്പായത്. ഇങ്ങനത്തെ കുറേ ഗെയിമുകളില്ലേ, 50 രൂപ എടുത്തിട്ട് ഇങ്ങനെ ബോൾ ഇടും. ബോൾ ഇടുന്ന നമ്പറുകളുടെ എണ്ണം കൂട്ടിയിട്ട് അവിടെ കിട്ടണ നമ്പറിലെ പ്രൈസ് നമുക്ക് കിട്ടും. ഇത് പല സ്ഥലങ്ങളിലൊക്കെ കാണാറുണ്ട്, നോക്കിക്കാറുണ്ട്, പക്ഷെ കളിക്കാറില്ല. അപ്പം ദേ ഇപ്പം ഇവിടെ ഇത് കളിക്കേട്ടോ. എത്ര ഇപ്പൊ എത്ര എണ്ണോക്ക് എത്രയെന്ന് എണ്ണോക്ക്. അങ്ങനെ ഗെയിം കളിച്ച് ആര്യക്കും ഒരു കൊട്ടി കിട്ടി, കണ്ണനും ഒരു കൊട്ടി കിട്ടി. അങ്ങനെ കൊടുത്ത പൈസ പോയില്ല. അങ്ങനെ 2 പേർക്കും പ്രൈസ് കിട്ടി. ആ ആഹ്ലാദിൽ തന്നെ അടുത്ത ഗെയിമിലേക്ക് പോയേക്കേണ്ട. 3 പന്തുണ്ട്. ആ 3 പന്ത് വെച്ച് അവിടെ നിരത്തി വെച്ച ഗ്ലാസ്സൊക്കെ തട്ടിമറിച്ചിടണം. പക്ഷെ ഇതിന് കിട്ടിയില്ല കേട്ടാ. ഇതിന്റെ പോയി. അത് സാരമില്ല, ബാക്കി 2 കിട്ടിയില്ല. ഒന്നും കിട്ടാണ്ട് പോയില്ലല്ലോ, അതുകൊണ്ട് സന്തോഷം. അപ്പൊ അമ്മ ഒരു കൊട്ട വാങ്ങിച്ച് അച്ഛനൊരു കൊട്ട വാങ്ങിച്ച് അങ്ങനെ അതൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷോട്ടെ ലക്ഷ്മി, സജിയണ്ണും സന്ധി ചേച്ചിയൊക്കെ വന്നത്. ഇനിയിപ്പോൾ ആരും വരാനില്ല. അങ്ങനെ എല്ലാവരും എത്തിച്ചേർന്നൊക്കെയാണ്. പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മായിക്ക് പോകണമായിരുന്നു. അമ്മായിക്ക് 8 മണിയാകുമ്പോഴേക്കും തിരിച്ച് പോകണമായിരുന്നു. അതുകൊണ്ട് അമ്മായിയും മിനിച്ചേച്ചിയും കൂടി തിരിച്ച് പോയായിരുന്നു. അതൊക്കെ അടുത്ത് എല്ലാവരും വന്ന വരെ ഞങ്ങൾ കുറേ നേരമായിട്ടാണ് നിന്നോടത്ത് തന്നെയാണ് നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണത്. അതിനിടയിൽ ആരോ പോയി വീണ്ടും കളിച്ച് ഒരു മോറ് എന്താണ്ടും കിട്ടിയിട്ടുണ്ട്. അത് ആരാന്ന് ഞാൻ കണ്ടില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്ത് പറയായിരുന്നു,
യൂട്യൂബിൽ എൻ്റെ ആദ്യത്തെ വീഡിയോ ക്രിസ്മസിന് ബീച്ചിൽ പോയ വീഡിയോ ആണ് ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തത്. അങ്ങനെ 1 വർഷമായി അവിടെ നിന്ന് വന്ന് തുടങ്ങിയോടെ തന്നെ ഞങ്ങൾ നല്ല തിരക്കായി തുടങ്ങി. നിറച്ച ആൾക്കാരായി. ഒന്ന് തിരിയുമ്പോൾ തന്നെ ആൾക്കാർ അങ്ങാടും ഇങ്ങോട്ടും തട്ടേണ്. മനുഷ്യന്മാരെ തട്ടിട്ടുകൊണ്ടാണ് അങ്ങാടും ഇങ്ങോട്ടും പോകണം. അമ്മാതിരി ജനങ്ങളായി അവിടെ നിറഞ്ഞ്. അതിന് ശേഷം ഇവിടെ നാടൻ പാട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതിൻ്റെ നേരെ നടന്ന് ഏറ്റവും ഫ്രണ്ടിലെത്തി. അവിടെ നിന്ന് 2 നാടൻ പാട്ട് അത്രയും കണ്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ പോന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ദിവസം ശരിക്കും എൻജോയ് ചെയ്തു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഓക്കെ, ബായ്.